വൈദ്യുതിയില്ലാത്ത സമയങ്ങളിൽ കൊല്ലം കൊറ്റങ്കര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ ഇഞ്ചക്ഷനും രക്തസാമ്പിളുകളും എടുക്കുന്നതായി പരാതി. മരുന്ന് മാറിപ്പോകുമെന്ന ആശങ്കയിൽ രോഗികളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്ന നടപടി. രാത്രികാലങ്ങളിൽ കറണ്ടില്ലാത്ത സമയത്ത് രോഗികളിൽ നിന്നും മൊബൈൽ വെളിച്ചത്തിലാണ് രക്തസാമ്പിളുകളും ഇഞ്ചക്ഷനും എടുക്കുന്നത്. ഈ സമയങ്ങളിൽ മരുന്ന് മാറിപ്പോകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇഞ്ചക്ഷൻ എടുക്കാനെത്തിയ രോഗിയാണ് പഞ്ചായത്ത് അംഗത്തെ വിവരമറിയിച്ചത്. കൊറ്റങ്കര പ്രാഥമിക ഹോസ്പിറ്റൽ ആശുപത്രി, അവിടെ ജനറേറ്റർ 2 മാസമായി ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല. എന്നെ അവിടെ നിന്ന് ഒരു അമ്മ വിളിക്കുകയുണ്ടായി. മകനെ ഇരുട്ടത്താണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്, ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയാകുന്നു, മരുന്ന് മാറിപ്പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്, മകൻ ഇങ്ങോട്ടൊന്ന് വരുമോ എന്ന് ചോദിച്ചു. രാവിലെ 9 മണിക്ക് പോയ കറണ്ടാണ്, വൈകുന്നേരം 6 മണിക്ക് ശേഷമേ കറണ്ട് വരത്തേ ഉള്ളൂ. രോഗി സ്വയം സൂക്ഷിക്കേണ്ട അവസ്ഥയാണ്. മരുന്ന് മാറിപ്പോയിട്ടില്ലെന്ന് രോഗി സ്വയം ഉറപ്പാക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അവിടെ ഇൻവെർട്ടർ ചീത്തയായിട്ട് 2.5 മാസം പിന്നിടുന്നു. ഇൻവെർട്ടർ ചീത്തയായിട്ട് ഇതേവരെ യാതൊരു നടപടിക്രമങ്ങളുമില്ല. ദിനംപ്രതി നിരവധി രോഗികൾ ആശ്രയിക്കുന്നതാണ് കൊറ്റങ്കര പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. പ്രതിസന്ധി പരിഹരിക്കാൻ ആശുപത്രിയിൽ അടിയന്തരമായി ജനറേറ്റർ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.